മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളൊരു പുതിയ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗത്തേക്ക് വരികയാണ്. ഇതുവരെ നമ്മൾ എടുത്തിരുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ മലയാളത്തിൽ അതിനെ സാംഖികം എന്നാണ് പറയുക. സാംഖികം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിലെ രണ്ടാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സാംഖികത്തിനൊരാമുഖം. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഈ ഭാഗത്ത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ വൈ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഇൻ എക്കണോമിക്സ്, എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത്, അപ്പൊ അതിന്റെ ഗുണങ്ങളും അതിന്റെ പരിമിതികളും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ചാപ്റ്ററിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ചാപ്റ്റർ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് എക്കണോമിക്സ് എന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നോക്കാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. വിച്ച് ആർ ദി എക്കണോമിക് ആക്ടിവിറ്റീസ്? ഏതൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം പ്രധാനമായിട്ടും 3 സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാധാരണ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. മറ്റെല്ലാം ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ്, എക്കണോമിക് ഫാക്ട്സിനെ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. 3 പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. പ്രൊഡക്ഷൻ, ഉൽപാദനം. പ്രൊഡക്ഷൻ, ഉൽപാദനം. ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. കൺസംഷൻ, ഉപഭോഗം. അപ്പോ സാമ്പത്തിക ശാസ്ത്രത്തില് ഉൾപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങൾ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 1 പ്രൊഡക്ഷൻ, ഉൽപാദനമാണ്. 2 ഡിസ്ട്രിബ്യൂഷൻ, വിതരണമാണ്. 3 കൺസംഷൻ, ഉപഭോഗമാണ്. ഈ 3 സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ സാങ്കേതികത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടാവും. അതായത് പ്രൊഡക്ഷൻ, ഉൽപാദനം. കുറെ സാധനങ്ങൾ ഉൽപാദിപ്പിച്ചു. മോർ പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് എത്ര ഉൽപാദിപ്പിച്ചു എന്നറിയൂ? ഇല്ല. പകരം നമ്മൾ പറയാണ് 1000 പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. 1000 ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ഇപ്പൊ നമുക്കറിയാം എത്ര ഉണ്ട്, കൂടുതലാണോ കുറവാണോ? അപ്പൊ അവിടെ സംഖ്യ വന്നില്ലേ? സാംഖികത്തിൽ നിന്നാണ് സംഖ്യ വരുന്നത് എക്കണോമിക്സിൽ. അപ്പൊ എന്തിന്റെ ആവശ്യമുണ്ട്? സാംഖികത്തിന്റെ ആവശ്യമുണ്ട്, സംഖ്യകളുടെ ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര ഉൽപ്പാദിപ്പിച്ചു, എത്ര വിതരണം ചെയ്തു, എത്ര ആളുകൾ വാങ്ങി ഉപയോഗിച്ചു, അതിനാണ് ഉപഭോഗം എന്ന് പറയുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം എന്താവശ്യമാണ്? നമ്പേഴ്സ് വേണം. നമ്പേഴ്സിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ എക്കണോമിക്സിൽ ആരാവശ്യമുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെ ആവശ്യം വരുന്നതിനെ കുറിച്ച് നമ്മൾ വരികയാണ്. മോഡേൺ എക്കണോമിക്സിൽ ഇത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ മോഡേൺ എക്കോണമിസ്റ്റുകൾ, ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ മാത്രമല്ല അംഗീകരിക്കുന്നത്. ഒരു രാജ്യത്തെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഇതിനെയെല്ലാം എന്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? ഇന്നത്തെ കാലത്ത് എക്കണോമിക്സിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഏതിന്റെ ആവശ്യമുണ്ട് എന്നാ പറഞ്ഞു വരുന്നത്? സാംഖികം ഏതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ടു ബി യൂസ്ഡ് ഇൻ എക്കണോമിക്സ്. അപ്പൊ ഇതെല്ലാം ഈ എക്കണോമിക് ഫാക്ട്സിനെയും ഈ പ്രോബ്ലംസിനെയും ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിലും ഈ പ്രോബ്ലംസിനെയൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ആരുടെ ആവശ്യം വരുന്നു? എക്കണോമിക്സിന്റെ ആവശ്യം വരും. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതാ പറഞ്ഞു വരുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ ആര് ഇൻക്ലൂഡഡ് ആണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് എക്കണോമിക്സ് കനോട്ട് ബി സ്റ്റാൻഡ് അലോൺ. എക്കണോമിക്സിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റൂല. അവിടെ സംഖ്യകൾ ഉപയോഗിക്കേണ്ടി വരും, അവിടെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വേണ്ടി വരും. ഇതൊക്കെ ഇവിടെ നാം പ്രൊവൈഡ് ചെയ്യാം. should be provided from the സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത്. ഇനി നമ്മളുടെ ഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉള്ളത്? ഓക്കെ,
സാങ്കേതികം എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത്, അപ്പൊ അതിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എക്കണോമിക് ഫാക്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ഈസ് കാൾഡ് ഡാറ്റ. ഡാറ്റയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾക്ക്. ഓരോ ദിവസവും വൈകുന്നേരം 6 മണിയാകുമ്പോൾ കോവിഡിന്റെ ഡാറ്റ വരും. എന്തേ ഡാറ്റ എന്ന് പറഞ്ഞാൽ എണ്ണം, നമ്പേഴ്സിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആ പ്രശ്നത്തെ, ആ രോഗത്തിന്റെ തീവ്രതയെ, അത് എത്രയുണ്ട്, വലുതാണോ കൂടുതലാണോ കുറവാണോ കൂടുതലാണോ, ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അവരവതരിപ്പിക്കുന്ന ഡാറ്റയിലൂടെയാണ്. അപ്പൊ എന്താ ഡാറ്റ എന്ന് മനസ്സിലാവണ്ടേ? എക്കണോമിക്സിലും ഡാറ്റ ഉണ്ട്. എക്കണോമിക് ഡാറ്റ എന്ന് അതിനെ പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്കണോമിക് ഫാക്ട്സ്, സാമ്പത്തിക വസ്തുതകൾ, എക്കണോമിക് ഫാക്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. സാമ്പത്തിക വസ്തുതകളെ സംഖ്യാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ഡാറ്റ അല്ലെങ്കിൽ എക്കണോമിക് ഡാറ്റ, സാമ്പത്തിക ദത്ത എന്ന് പറയും. ദത്തകൾ, ഡാറ്റ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദത്ത. എന്താണ് ദത്ത? ദത്ത. ഓക്കെ, ദത്ത, ഡാറ്റ. അപ്പോ സാമ്പത്തിക വസ്തുതകളെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. ഒരു നമ്മുടെ രാജ്യത്ത് ഇപ്പൊ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ അറിയല്ലോ, ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ. കാരണം കോവിഡ് കാരണം ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകൾ പട്ടിണിയായി കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. ആളുകൾക്ക് തൊഴിലില്ല, കാരണം രാജ്യം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ തൊഴിലില്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ ഇത് എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യണം. നമ്മൾ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര രൂക്ഷമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ നമ്മൾ കണ്ടു 2 കോടി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പൊ 2 കോടി ആളുകൾ അൺഎംപ്ലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ തീവ്രത മനസ്സിലായി. അപ്പൊ ആ സാമ്പത്തിക വസ്തുതയെ, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സാമ്പത്തിക വസ്തുതയെ, എക്കണോമിക് ഫാക്ട്സിനെ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന എക്കണോമിക് ഫാക്ട്സിനെ നമ്മൾ എങ്ങനെ അവതരിപ്പിച്ചു ആ പത്രത്തില്? ഇൻ നമ്പേഴ്സ് 2 crores എന്ന് പറഞ്ഞു. 2 കോടി ആളുകൾക്ക് അൺഎംപ്ലോയിഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്പേഴ്സിൽ അവതരിപ്പിച്ചു. അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്, എക്കണോമിക് ഡാറ്റ. ഓക്കെ, അപ്പൊ എക്കണോമിക് ഫാക്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ഈസ് കാൾഡ് ഡാറ്റ. Okay, then statistics use these data for drawing meaningful inferences. Statistics എന്ത് ചെയ്യുന്നു? Use the data, use the economic data for drawing meaningful inferences. ഈ സാമ്പത്തിക വസ്തുതകളെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക നയരൂപീകരണത്തിന് ആരുപയോഗപ്പെടുത്തുന്നു? ദത്തകളെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പരിഹാരം, മീനിങ്ഫുൾ ഇൻഫറൻസ്, പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആരുപയോഗിക്കുന്നു? ഡാറ്റയെ. യൂസ് ഡാറ്റ അല്ലെങ്കിൽ യൂസ് എക്കണോമിക് ഡാറ്റ, സാമ്പത്തിക ദത്തയെ സാമ്പത്തിക നയരൂപീകരണത്തിന് വേണ്ടി. സാമ്പത്തിക നയരൂപീകരണം എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നയരൂപീകരണം, ഇൻഫറൻസസ് എന്ന് പറയുന്നത് സാമ്പത്തിക നയരൂപീകരണത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ എക്കണോമിക്സ് ഉണ്ടോ? ഇല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു പ്രശ്നം പഠിക്കണമെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിലും ആരെ ആവശ്യമാണ്? സാങ്കേതികത്തിന് ആവശ്യമാണ്, സ്റ്റാറ്റിസ്റ്റിക്സിന് ആവശ്യമാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് എക്കണോമിക്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ടേംസ് ഓഫ് എക്കണോമിക് ഡാറ്റ, എക്കണോമിക് ഡാറ്റയുടെ രൂപത്തിൽ, സാമ്പത്തിക ദത്തകളുടെ രൂപത്തിൽ നമ്മൾ അതിനെ എടുക്കുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുന്നു? മീനിങ്ഫുൾ ഇൻഫറൻസസ്, സാമ്പത്തിക നയരൂപീകരണങ്ങളിലേക്ക്, അതിന് വേണ്ട സഹായങ്ങളിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ നയിക്കുന്നു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ എക്കണോമിക്സ് എന്ത് ചെയ്യൂല? നിലനിൽക്കൂല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മള് ഈ ദത്തകൾ, ഞാൻ പറഞ്ഞു എന്താ ദത്ത എന്നുള്ളത് കൃത്യമായിട്ട്. ഡാറ്റ എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താ ഡാറ്റ? എക്കണോമിക് ഫാക്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. സാമ്പത്തിക വസ്തുതകളെ സംഖ്യാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ദത്തകൾ എന്ന് പറയുന്നത്. ഈ ദത്തകൾ 2 തരത്തിലുണ്ട്. ഓക്കെ, ദത്തകളുടെ തരംതിരിവ്. ദത്തകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പരിണാമക ദത്തകൾ എന്ന് പറയും. പരിണാത്മക ദത്തകൾ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഗുണാത്മക ദത്തകൾ എന്ന് പറയും. അപ്പൊ ദത്തകൾ അഥവാ ഡാറ്റ
ക്ലാസിഫൈഡ് ഇൻടു 2. ദത്തകളെ നമുക്ക് എത്രയാക്കി തരംതിരിക്കാൻ പറ്റും? രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, പരിണാത്മക ദത്തകൾ എന്നും, രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഗുണാത്മക ദത്തകൾ എന്നും പറയും. അപ്പൊ ദത്തകൾ രണ്ട് രൂപത്തിലുണ്ട്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നൊന്ന് പരിശോധിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, the data can be measured or ക്വാണ്ടിറ്റി ഡാറ്റ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എന്താ പറയാ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് the data classified in terms of some attributes or quality which cannot be data classified in terms of some qualities or some attributes that can be measured. Okay, data classified according to some attributes that can be measured. Okay, ഒന്നുകൂടി വായിക്കുകയാണ് ഡെഫിനിഷൻ. ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ കഴിയുന്ന ചില ഗുണസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തയെ വർഗീകരിച്ചിരിക്കുന്നു. അളക്കാൻ സാധിക്കുന്ന ചില ഗുണസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ എന്ത് ചെയ്തിരിക്കുന്നു? തരംതിരിച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരിണാത്മക ദത്തകൾ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോ ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എന്തൊക്കെയാ അളക്കാൻ കഴിയുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്റെ ഹൈറ്റ് അളക്കാൻ പറ്റും, എന്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ഹൈറ്റ്, എന്റെ വെയിറ്റ് മെഷർ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് മെഷർ ചെയ്യാം. ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻകം അഥവാ സാലറി മെഷർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തെയും എന്തെന്ന് പറയുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ സം ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ കഴിയുന്ന ഗുണസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ വർഗീകരിക്കുന്നതിനെ പരിണാത്മക ദത്തകൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഹൈറ്റ്, വെയിറ്റ്, ഉയരം, ഭാരം, ഹൈറ്റ്, വെയിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക്, അതുപോലെ തന്നെ സാലറി, ശമ്പളം. ഇതൊക്കെ എന്താണ്? അളക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അളക്കാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ മറ്റേത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അളക്കാൻ പറ്റുമെങ്കിൽ മറ്റേത് എന്ത് ചെയ്യാൻ പറ്റൂല? അളക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഡെഫിനിഷനും കൂടി ഞാനൊന്ന് വായിച്ചു തരാൻ ശ്രദ്ധിച്ചോളൂ. ഡാറ്റ ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് ഓർ ക്വാളിറ്റി വിച്ച് cannot be measured. എന്തല്ല? മെഷേർഡ് അല്ല, ക്യാൻ ബി മെഷേർഡ് അല്ല, cannot be measured ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. The data classified in terms of some attributes or quality. Data classified in terms of some attributes or quality which cannot be measured. അളക്കാൻ കഴിയാത്ത ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ വർഗീകരിക്കുന്നതിനെ ഗുണാത്മക ദത്തകൾ എന്ന് പറയുന്നു. അളക്കാൻ കഴിയാത്ത ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ വർഗീകരിക്കുന്നതിനെ ഗുണാത്മക ദത്തകൾ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നു. അപ്പൊ cannot be measured, അളക്കാൻ കഴിയാത്ത ദത്തകളാണ്. ഡാറ്റ cannot be measured, അളക്കാൻ കഴിയാത്ത ദത്തകളാണ്. ഏതൊക്കെയാ അളക്കാൻ കഴിയാത്തത്? ഫോർ എക്സാമ്പിൾ, കളർ, നിറം, കളർ അളക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റും അവൻ നല്ല കളറുണ്ട്, അവന് കളർ കുറവാണ്, അവൻ ഇന്ന കളറാണ്. എത്രയാണെന്ന് അളക്കാൻ പറ്റുമോ? ഇല്ല. ബുദ്ധി, ഇന്റലിജൻസ് അളക്കാൻ പറ്റുമോ? നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവന് നല്ല ബുദ്ധിമാനാണ്, അവന് ബുദ്ധി കുറവാണ്, അവന് കുറച്ച് ബുദ്ധിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. അല്ലാതെ അവന് ഇത്ര ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അവന്റെ ബുദ്ധി 100 പറയാൻ പറ്റുമോ? അവന്റെ ബുദ്ധി 200 പറയാൻ പറ്റുമോ? ഇല്ല.
ഓക്കെ. അപ്പൊ ഇന്റലിജൻസ് അളക്കാൻ പറ്റൂല. കാസ്റ്റ്, ജാതി അളക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ കാസ്റ്റ്, ഓക്കെ. ദെൻ നമ്മളുടെ സെക്സ്, ലിംഗഭേദം, ഓക്കെ. ആണാണ് പെണ്ണാണ് അളക്കാൻ പറ്റൂ. പിന്നെ ആണാണ്, പിന്നെ ആണ് ഇത്ര വലിയ ആണാണെന്നും പറയാൻ പറ്റില്ലല്ലോ. ഒറ്റ കാറ്റഗറി അല്ലേ ഉള്ളൂ, ഒന്നാണ് അല്ലെങ്കിൽ പെണ്ണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ലിംഗഭേദങ്ങൾ പറയാൻ പറ്റും. നിറം, ബുദ്ധി, ഇങ്ങനെ അളക്കാൻ കഴിയാത്ത വസ്തുതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ. അപ്പൊ ദത്തകളുടെ വർഗീകരണം പറഞ്ഞു. 2 തരത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മള് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് സാംഖികം? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് സാംഖികം? ഈ സാംഖികത്തെ 2 തരത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് സിംഗുലർ, ഏകവചനത്തിലും. 2 പ്ലൂരൽ, ബഹുവചനത്തിലും. 2 ടേംസ്. സിംഗുലർ ടേംസിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പ്ലൂരൽ ടേംസിലും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോ ഏകവചന രൂപത്തിൽ എന്താണ് സാംഖികമെന്നും ബഹുവചനത്തിൽ എന്താണ് സാംഖികമെന്നും കൂടി പഠിക്കണം. ഓക്കെ. ഇത് 2 തരത്തിലുള്ളത് കൊണ്ട് 2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്ലൂരൽ ആണ് പഠിക്കാനുള്ളത് ഇവിടെ. ഓക്കെ. പ്ലൂരൽ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചോളണം. പ്ലൂരൽ സെൻസിൽ ഏകവചനത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഏകവചന രൂപത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ. എന്താ സിംഗുലർ സെൻസിൽ പറയുന്നത്? ഇറ്റ് ഡിനോട്ട്സ് വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഒന്നും കൂടി പറയാണ്. ഓക്കെ. It denotes various methods adopted. For the collection, presentation, analysis and interpretation of quantitative information or data. അപ്പോ ഇവിടെ പറയുന്നത് ഏകവചന രൂപത്തിൽ പറയുന്നത് പരിണാത്മക ദത്തകളുടെ, നമ്മളിവിടെ 2 തരത്തിലുള്ള ദത്തകൾ പഠിച്ചുള്ളൂ. അതിലെ പരിണാത്മക വിവരങ്ങളുടെ ശേഖരണം. ഓക്കെ. അതിനെയാണ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പ്രസന്റേഷൻ, അവതരണം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ശേഖരണം, അവതരണം, അപഗ്രഥനം, വിശദീകരണം, ഇന്റർപ്രിട്ടേഷൻ, വിശദീകരണം. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള വിവിധ രീതികളെ സൂചിപ്പിക്കുന്നതിനെയാണ് ഏകവചന രൂപത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് വേരിയസ് മെത്തേഡ്സ്, വിവിധ രീതികൾ, വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ്. എന്തിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള വിവിധ രീതികളാണ്? ഫോർ ദി കളക്ഷൻ എന്ന് പറഞ്ഞാലും പറഞ്ഞു എന്താണ്? ശേഖരണം. പ്രസന്റേഷൻ, അവതരണം. അനാലിസിസ്, അപഗ്രഥനം. ഇന്റർപ്രിട്ടേഷൻ, വിശദീകരണം. എങ്ങനെയുള്ള ദത്തകളുടെ? പരിണാത്മക ദത്തകളുടെ. അപ്പൊ പരിണാത്മക ദത്തകളുടെ അല്ലെങ്കിൽ പരിണാത്മക വിവരങ്ങളുടെ ശേഖരണത്തിനും അവതരണത്തിനും അപഗ്രഥനത്തിനും വിശദീകരണത്തിനും എന്നിവയ്ക്കായി സ്വീകരിച്ചിട്ടുള്ള വിവിധ രീതികളെ സൂചിപ്പിക്കുന്നതാണ് ഏകവചന രൂപത്തിൽ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ ഈ വർഷം പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മറ്റേത് വളരെ സിമ്പിൾ ആണ്. പ്ലൂരൽ സെൻസിൽ ബഹുവചനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ. റെഫേഴ്സ് ടു ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. പരിണാത്മക ദത്തകളെ സാംഖികം എന്ന് പറയുന്നു. ഇത്രയുള്ളൂ. പരിണാത്മക ദത്തകളെ സാംഖികം എന്ന് പറയുന്നു. ഇത്ര മാത്രമേ ഏതിലുള്ളൂ? ബഹുവചനത്തിലുള്ളൂ. ഓക്കെ. പരിണാത്മക ദത്തകൾ അഥവാ എന്താ പറയാ, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ സെൻസിൽ ബഹുവചന രൂപത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബഹുവചന രൂപത്തിലല്ല ഇവിടെ പഠിക്കാനുള്ളത്. ഏത് രൂപത്തിലാണ്? സിംഗുലർ സെൻസിൽ, ഏകവചനത്തിലാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ മാറ്റം മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഏകവചനത്തിൽ എന്താണ്, ബഹുവചനത്തിൽ എന്താണ് ഞാൻ പറഞ്ഞു. ബഹുവചനത്തിൽ ഞാൻ പറഞ്ഞു എന്ത് മാത്രമേ ഉള്ളൂ? പരിണാത്മക ദത്തകളെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബർത്ത്, എത്ര ജനനം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡെത്ത്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. എക്സ്പോർട്സ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം. ഓക്കെ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂരൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്ലൂരൽ സെൻസിൽ അഥവാ ബഹുവചന രൂപത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു
ഭാഗത്ത് പറയുന്നു. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാനുള്ളത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ലിമിറ്റേഷൻസും. ഓക്കെ, അപ്പൊ അത് അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾ കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ശ്രദ്ധിക്കുക, നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ.